എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ വത്തിക്കാന്റെ ചുരുക്കക്ഷയത്തിൽ വിഷമിക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ ഉറ്റ സുഹൃത്തും സിനഡ് കുർബാന ക്രമം അഥവാ സഭയുടെ നിയമപരമായ ഔദ്യോഗിക ആരാധന ക്രമത്തോട് അത്ര വലിയ മമതയൊന്നുമില്ലാത്ത ആളുമാണ് മാർ ബോസ്കോ പുത്തൂർ എന്നാണ് ആരോപണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിവരങ്ങളും നന്നായി അറിയാവുന്ന ഒരു മെത്രാനാണ് മാർ ബോസ്കോ പുത്തൂർ. എന്തൊക്കെയോ ചരടുവലികളുടെ ഭാഗമായി മാർ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനാകുന്നു. സിനഡ് മെത്രാന്മാർക്ക് പോലും അറിവില്ലാതെ നടന്ന ഒരു പിൻവാതിൽ നിയമനമാണ് മാർ ബോസ്കോ പുത്തൂരിന്റേത് എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുൻ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലീത്തയുടെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിരിക്കാമെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. എന്നാൽ ഈ പിൻവാതിൽ നിയമനം വലിയൊരു അബദ്ധമായി പോയെന്ന് വത്തിക്കാൻ തിരിച്ചറിയുന്നു. ആ വിധത്തിലാണ് വത്തിക്കാൻ ഏറ്റവും പുതിയ ചില തീരുമാനങ്ങൾ ഇന്ത്യയുടെ അപ്പോസ്തോലിക് ന്യൂൻഷോ വഴി പുത്തൂരിന് കൈമാറിയത്. ഇതിന്റെ കോപ്പി മേജർ ആർച്ച് ബിഷപ്പായ മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്തയ്ക്കും നൽകിയിട്ടുണ്ട്. വത്തിക്കാൻ കർശനമായ താക്കീത് മാർ ബോസ്കോ പുത്തൂരിന് നൽകിയതിലൂടെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അല്പം പോലും തന്റെ തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നു എന്നതാണ് അവസാനം ലഭിക്കുന്ന സൂചനകൾ. പരിശുദ്ധ സിംഹാസനം മാർ ബോസ്കോ പുത്തൂരിന് നൽകിയ കത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി അംഗങ്ങളോടും കൂരിയ അംഗങ്ങളോടും മാർ പുത്തൂർ പങ്കുവച്ചു. വളരെ വേദനയോടെ എന്നാൽ ആശങ്കകളോടെ ചില കാര്യങ്ങൾ പരിശുദ്ധ സിംഹാസനം തന്നെ ധരിപ്പിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞാണ് മാർ പുത്തൂർ വൈദിക സമിതി അംഗങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം വിളിച്ചുകൂട്ടിയത്. കർശനമായ താക്കീതും ചില തീരുമാനങ്ങളുമാണ് മാർ പുത്തൂരിനെ പരിശുദ്ധ സിംഹാസനം അറിയിച്ചിട്ടുള്ളത്. മാർ ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ആയതിനു ശേഷവും മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനത്തെയും സീറോ മലബാർ സിനഡ് തീരുമാനങ്ങളെയും കാറ്റിൽ പറത്തി. അരമനയുടെ ചാപ്പലിൽ നിയമവിരുദ്ധമായ ജനാഭിമുഖ കുർബാന തുടരുന്നു എന്നുള്ള നിരീക്ഷണമാണ് വത്തിക്കാൻ നടത്തിയിട്ടുള്ളത്. അരമനയിലുള്ള കൂരിയ അംഗങ്ങൾ പോലും പേപ്പൽ ഡെലിഗേറ്റ് ആയ സിറിൽ വാസൽ ആർച്ച് ബിഷപ്പ് വഴി തങ്ങൾ ജനാഭിമുഖ കുർബാന ചൊല്ലില്ല, സഭയുടെ ഏകീകൃത ബലി മാത്രമേ അർപ്പിക്കൂ എന്ന് എഴുതി ഒപ്പിട്ട് വത്തിക്കാന് കൊടുത്തതിന് ശേഷവും ധിക്കാരം തുടരുന്ന നടപടിയെ വത്തിക്കാൻ ശക്തമായി വിമർശിക്കുകയും കർശന നടപടികൾ അവർക്കെതിരെ കൈക്കൊള്ളേണ്ടതാണെന്ന് മാർ ബോസ്കോ പുത്തൂരിനെ താക്കീത് ചെയ്യുകയും ചെയ്തുവെന്നാണ് അറിയുന്നത്. മാത്രമല്ല മാർ ബോസ്കോ പുത്തൂരിനോട് പരസ്യമായി സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന എറണാകുളം അങ്കമാലി അതിർത്തിക്കുള്ളിൽ തന്നെ ആരംഭിച്ച് മാതൃക കാണിക്കണമെന്നും അരമനയിൽ ഏകീകൃത കുർബാനയല്ലാതെ മറ്റൊന്നും അനുവദിക്കരുതെന്നും മാർ പുത്തൂരിന് കർശന നിർദ്ദേശങ്ങൾ നൽകി. സഭയെ സ്നേഹിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന 100ഓളം വിശ്വാസികൾ സീറോ മലബാർ സഭയുടെ വിഭൂതി ആചരിക്കുന്ന തിങ്കളാഴ്ച തങ്ങളുടെ ഇടവകകളിൽ ശുശ്രൂഷകൾ ലഭിച്ചില്ല എന്നും ആയതിനാൽ ലത്തീൻ സഭ വിഭൂതി ആഘോഷിക്കുന്ന ബുധനാഴ്ചയെങ്കിലും തങ്ങൾക്ക് ശുശ്രൂഷകൾ ചെയ്തു തരണമെന്നും ആവശ്യപ്പെട്ടാണ് വളരെ അച്ചടക്കത്തോടും എളിമയോടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അരമനയിൽ പ്രവേശിച്ച് കൂരിയ അംഗങ്ങളോട് അപേക്ഷിച്ചത്. വികാരി ജനറൽ ഫാദർ വർഗീസ് പൊട്ടക്കൻ അരമനയിൽ ഉണ്ടായിരുന്ന അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ പുത്തൂരിനെ വിവരം ധരിപ്പിക്കുകയും മാർ പുത്തൂർ ഇതിനെ നല്ലൊരു അവസരമായി കാണണമെന്നും അരമനയിൽ ഏകീകൃത ബലി അർപ്പിക്കുന്നത് വത്തിക്കാനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നും വർഗീസ് പൊട്ടക്കനെ അറിയിച്ചു. തുടർന്ന് ചില ധാരണകളുടെ വെളിച്ചത്തിൽ മറ്റൊരു വികാർ ജനറലായ മോൺസിഞ്ഞോർ പെരുമായൻ ഏകീകൃത ബലി അർപ്പിക്കാൻ തയ്യാറായി. എന്നാൽ ചില ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മാർ പുത്തൂർ വിമത വൈദികരെ പ്രീതിപ്പെടുത്താൻ തന്ത്രപരമായി ഒരു അറിയിപ്പ് അരമനയിൽ നിന്നും ഔദ്യോഗികമായി ഇറക്കുവാൻ ചാൻസലറും PROയുമായ മാർട്ടിൻ കല്ലിങ്കലിനെ ചുമതലപ്പെടുത്തി. എന്നാൽ മാർട്ടിൻ കല്ലിങ്കൽ അറിയിപ്പിൽ കുറിച്ച ചില വാചകങ്ങൾ മാർ പുത്തൂരിനെ കൂടുതൽ വെട്ടിലാക്കുകയാണ് ചെയ്തത്. സഭാ നിയമത്തിൽ ഗ്രാഹ്യമില്ലാത്ത മാർട്ടിൻ കല്ലിങ്കൽ മനഃപൂർവ്വം പുത്തൂരിനെ കെണിയിൽ വീഴ്ത്തിയതാണോ എന്നും സംശയിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന ഭവനത്തിൽ നിയമവിരുദ്ധമായ മാർപ്പാപ്പയെ ധിക്കരിച്ചർപ്പിക്കുന്ന ജനാഭിമുഖമായ വിശുദ്ധ കുർബാന അർപ്പണമാണ് എല്ലാ സഭാ നിയമങ്ങളും കാറ്റിൽ പറത്തി അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂർ തുടർന്നു വരുന്നതെന്ന് വിളിച്ചു പറയുന്ന വിധത്തിലാണ് മാർട്ടിൻ കല്ലിങ്കൽ ബുധനാഴ്ച നടന്ന സംഭവത്തെക്കുറിച്ചുള്ള അറിയിപ്പ് PRO എന്ന നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. സഭയോട് ഒത്തുനിൽക്കുന്ന എല്ലാ വിശ്വാസികളും ഇതിനെ ചോദ്യം ചെയ്യുകയും പിതാക്കന്മാർ ഉൾപ്പെടെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തതിനെ തുടർന്ന് കൂരിയ തന്നെ അങ്കലാപ്പിലായി. സഭാ നിയമങ്ങളിൽ അല്പം പോലും ഗ്രാഹ്യമില്ലാത്ത മാർട്ടിൻ കല്ലിങ്കലിനെ ഉടൻ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്.
ഏതായാലും ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണം. അതിന് തടസ്സം നിൽക്കുന്നവരെ പുറത്താക്കണം.